വീട്ടിലെ പ്രസവങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ മലപ്പുറത്ത് പ്രത്യേക ഗ്രൂപ്പുകൾ തന്നെയുണ്ടെന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആശുപത്രിയിൽ പോകാതെ വീട്ടിൽ പ്രസവിക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഗ്രൂപ്പുകൾ പോലും തുടങ്ങിയിരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതും. നിരവധി ആളുകളാണ് ഇത്തരത്തിൽ തെറ്റായ വഴിയിലൂടെ പോകുന്നത്. ഇത് ആരോഗ്യ കേരളത്തിന് വലിയ വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ സൃഷ്ടിക്കുന്നതെന്ന് പറയാം. മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തെ തുടർന്ന് അസ്മ എന്ന യുവതി മരിച്ച സംഭവത്തിൽ വ്യാപക പ്രതിഷേധങ്ങളാണ് ഉയർന്നു വന്നിരുന്നത്. ഈ സാഹചര്യത്തിൽ അക്യുപങ്ചറിലൂടെ പ്രസവം നടത്തിയ ദമ്പതികളുടെ പഴയ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലുമായി. പ്രസവത്തിലെ അശാസ്ത്രീയ വഴി പിന്തുടരാൻ ആളുകളെ പ്രേരിപ്പിച്ചവരുടെ കൂട്ടത്തിലാണ് ഈ വീഡിയോയിലെ ദമ്പതികൾ കൂടുതലും വിമർശിക്കപ്പെടുന്നത്. നാലാമത്തെ പ്രസവം സ്വന്തം ബെഡ്റൂമിൽ ഒരു അക്യുപങ്ചറിസ്റ്റിന്റെ സഹായത്തോടെ പ്രസവിച്ചെന്നും വേദനകളൊന്നും അനുഭവിക്കേണ്ടി വന്നില്ലെന്നുമാണ് മെർവ സക്കറിയ ദമ്പതികൾ നൽകുന്ന വിവരം. ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് തളരുന്നുണ്ടെന്നും ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായും പേടിക്കുമെന്നുമാണ് ദമ്പതികൾ ഉയർത്തുന്ന പ്രധാന വാദവും. പ്രസവ വേദനയുടെ ഇടയ്ക്ക് ഡോക്ടർമാർ നടത്തുന്ന ഉൾപരിശോധനയും മാനസികമായും ശാരീരികമായുമുള്ള പീഡനമാണ്. മാത്രമല്ല, ഇങ്ങനെ പ്രസവിക്കുന്നവർ പിന്നീട് പ്രസവിക്കില്ലെന്നും ഇതിൽ തന്നെ ചിലർ പ്രസവിച്ചാൽ തന്നെ കുട്ടിയെ കാണേണ്ട എന്ന് പറയുമെന്നും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങൾക്ക് രണ്ടോ മൂന്നോ അതിലധികമോ പ്രസവിക്കാൻ സാധിക്കില്ലെന്നും ഇവർ പറയുകയുണ്ടായി. എന്നാൽ മലപ്പുറത്തെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഗർഭിണികൾക്ക് ചികിത്സ നിഷേധിക്കുന്നത് കുറ്റകരമെന്ന് ആരോഗ്യ വകുപ്പും പ്രതികരിച്ചു. ഈ വർഷം മാത്രം വീട്ടിൽ നടന്നത് 382 പ്രസവങ്ങളാണെന്നും അതിന്റെ കാരണങ്ങളെക്കുറിച്ച് പഠിക്കുമെന്നും ആരോഗ്യ വകുപ്പും വെളിപ്പെടുത്തുകയുണ്ടായി. പൊതുജന ആരോഗ്യ നിയമം അനുസരിച്ച് നടപടിയെടുക്കുമെന്നും ആരോഗ്യ വകുപ്പ് പറഞ്ഞു. ദമ്പതികൾ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ഞങ്ങളുടെ നാലാമത്തെ കുഞ്ഞിനെ പ്രസവിച്ചു. വീട്ടിൽ ഞങ്ങളുടെ ബെഡ്റൂമിൽ അക്യുപങ്ചറിസ്റ്റിന്റെ സഹായത്തോടെയാണ് ഈ പ്രസവം നടന്നത്. ഞങ്ങൾക്കിപ്പോൾ 4 മക്കളാണുള്ളത്. മാത്രമല്ല, ആദ്യത്തെ പ്രസവം സിസേറിയൻ ആയിരുന്നു. രണ്ടാമത്തെ പ്രസവം പ്രകൃതി ചികിത്സയിലൂടെ സാധാരണ പ്രസവമായിട്ടായിരുന്നു നടന്നത്. മൂന്നാമത്തേത് ഹോസ്പിറ്റലിലായിരുന്നു. നാലാമത്തേത് വീട്ടിൽ തന്നെയായിരുന്നു. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. എല്ലാ പെൺകുട്ടികളും സാധാരണയായി ഹോസ്പിറ്റലിലാണ് പ്രസവിക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിലും വീട്ടിലും പ്രസവിച്ചു കഴിഞ്ഞു. ആ ഒരു അനുഭവത്തിൽ എനിക്ക് മനസ്സിലായത് ശരിക്കും ഹോസ്പിറ്റലിൽ നടക്കുന്ന സുഖപ്രസവവും വീട്ടിൽ നടക്കുന്ന പ്രസവവും രണ്ടും രണ്ടാണെന്നതാണ്. ഹോസ്പിറ്റലിൽ വെച്ച് പ്രസവിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും ഒരുപാട് നമ്മൾ തളരും. കൂടാതെ വേദന വരാൻ മരുന്ന് കുത്തിവെക്കും. നിർബന്ധപൂർവം പുഷ് ചെയ്യിപ്പിക്കുകയും ചെയ്യും. സ്റ്റിച്ച് ഇടേണ്ടി വരും. ഉള്ളു പരിശോധിക്കും. വയറിൽ പിടിച്ചു തള്ളും. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റലിൽ പ്രസവിക്കുമ്പോൾ ചെയ്യിപ്പിക്കുന്നുണ്ട്. വീട്ടിൽ പ്രസവിച്ചപ്പോൾ ഇതൊന്നും ഞാൻ അറിയേണ്ടി വന്നിരുന്നില്ല. യഥാർത്ഥത്തിൽ പുഷ് ചെയ്യേണ്ടി വന്നില്ല. അവസാന സമയത്ത് കുട്ടി പുറത്തു വരുമ്പോഴുള്ള ചെറിയൊരു വേദന മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. അതിനാൽ വീട്ടിലെ പ്രസവം സന്തോഷകരമായ കാര്യമാണെന്നാണ് ഞാൻ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് അനുഭവിച്ചിരുന്നു. ഈ പ്രാവശ്യം അങ്ങനത്തെ ഒരു പ്രശ്നവും അറിഞ്ഞിരുന്നില്ല. ഹോസ്പിറ്റലിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കേണ്ട സാഹചര്യം വരും. അതിനാൽ ഹോസ്പിറ്റലിൽ പ്രസവിക്കുന്ന ഒരു സ്ത്രീ രണ്ടാമതൊന്ന് പ്രസവിക്കാൻ ഉറപ്പായി പേടിക്കുകയും ചെയ്യും. കൂടാതെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരു കുഞ്ഞിനെ പിടിച്ചു വലിച്ച് ബലം പ്രയോഗിച്ച് പുറത്തെടുക്കുകയാണ്. പ്രസവിക്കാനായി കയറുന്ന പെണ്ണിന്റെ ശരീരത്തിൽ കയറി ഇരുന്ന് തള്ളുകയാണ് ശരിക്കും. ബലം പ്രയോഗിച്ച് പിടിച്ചു വലിക്കുകയും ചെയ്യുന്നു. എന്തിനാണ് ശരിക്കും ഇത്തരം അനാവശ്യ ബലപ്രയോഗങ്ങളും കോംപ്ലിക്കേഷൻസുകളും വേദനകളും അനാവശ്യമാണെന്ന് എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടു കഴിഞ്ഞു. പ്രസവിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടി പുറത്തു വന്നെന്ന് പറഞ്ഞപ്പോൾ അവൾ എന്നോട് പറഞ്ഞത്, സത്യം പറ, കഴിഞ്ഞോ, ഇത്രയേ ഉള്ളോ എന്നായിരുന്നു. മറുപിള്ള കട്ട് ചെയ്തെടുക്കുന്നതിന് മുൻപത്തെ ചിത്രവുമുണ്ട്. അത് ഞാൻ അഭിമാനത്തോടെ പലരെയും കാണിക്കും. ഹോസ്പിറ്റലിലാണെങ്കിൽ അവൾ ബോധം കെട്ടുപോയേനെ. കുട്ടി പുറത്തേക്ക് വരുന്ന സെക്കൻഡുകളിൽ അനുഭവപ്പെടുന്നതാണ് പ്രസവ വേദന എന്നത്. പക്ഷെ നമ്മുടെയൊക്കെ മനസ്സിൽ ഡോക്ടർമാരും നേഴ്സുമാരും ബലപ്രയോഗത്തിലൂടെ വേദനയാണ് ശരിക്കും തരുന്നത്. പ്രസവ വേദനയുടെ ഇടയ്ക്ക് അവരുടെ കൈ അകത്തിട്ട് മാനസികമായും ശാരീരികമായും പീഡനമായി ഇത് മാറുകയും ചെയ്യും. പ്രസവിക്കില്ല, പ്രസവിച്ചാൽ തന്നെ ചില പെണ്ണുങ്ങൾക്ക് കുട്ടിയെ കാണേണ്ട എന്ന് തന്നെ ചിലപ്പോൾ പറയുന്നു. ഇങ്ങനത്തെയൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങൾക്ക് രണ്ടോ മൂന്നോ അതിലധികമോ പ്രസവിക്കാൻ കഴിയില്ല എന്നും ദമ്പതികൾ പറയുകയുണ്ടായി.